അതിനെപ്പറ്റി കൂടുതൽ കാര്യം ആർക്കും അറിഞ്ഞില്ല. എനിക്ക് മാത്രമല്ല, നിങ്ങളും വായിച്ചപ്പോഴായിരിക്കും അറിഞ്ഞു. 2023 ഒരു കാര്യം വന്നു എന്ന് പറഞ്ഞു. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ഇപ്പൊ ശബരിമല വന്നു, അതിനടുത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇങ്ങനൊരു കാര്യം വന്നതിന്റെ പിന്നിൽ എന്താണ് ഉദ്ദേശം എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. എന്തായാലും ഈ ഇത്രയും വർഷമൊന്നും വരാത്തൊരു കാര്യം പെട്ടെന്ന് വരിക, ആരും കേട്ടിട്ടില്ല, നമുക്കൊന്നും അറിയില്ല, അങ്ങനെ സംഭവം ഉണ്ടെന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു ഏജൻസികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഏജൻസികളുടെ അടുത്താണല്ലോ ചോദിക്കേണ്ടത്. എന്തായാലും അങ്ങനൊരു കാര്യം ഒരു പെട്ടെന്ന് തന്നെ ഒരു വലിയ വാർത്ത എന്നതിൽ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വരുന്നതിന് എന്താ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്നൊക്കെ ആളുകൾക്ക് സംശയിക്കാവുന്നേ ഉള്ളൂ. അല്ല, അഡ്രസ്സിന്റെ പേര് വന്നു എന്നുള്ളതല്ലല്ലോ, ഇപ്പൊ പത്രത്തിൽ കണ്ടപ്പോഴാണല്ലോ ഞങ്ങളൊക്കെ കാണുന്നത്. നിങ്ങൾ പറയുന്നത് അങ്ങനെയാണല്ലോ. അപ്പൊ അതൊരു പ്രസിദ്ധീകരിച്ച പത്രത്തിന് അതിൽ താല്പര്യം കാണും. പക്ഷെ ഇത്തരം ഒരു കാര്യമുണ്ടെങ്കിൽ അതിന് ഏജൻസികൾക്ക് അങ്ങനെ ഒരു കത്തങ്ങോട്ട് അയച്ചിട്ട് പിന്നെ അന്വേഷിക്കാതിരിക്കുമല്ലോ. അപ്പൊ അതിനകത്തുനിന്ന് ഒരു സംശയത്തിന്റെ ഒരു വലിയൊരു മാറാലയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇത്രയും കാലത്തിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ അല്ല, അതിനെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഒന്നും അറിയാത്തൊരു കാര്യം ഒരു വാർത്ത വരുന്നു, അതിനെ സംബന്ധിച്ച് കൂടുതൽ പ്രതികരിക്കേണ്ട കാര്യം തന്നെ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സീരിയസ് ആയ കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വർഷത്തിന് ശേഷം ഇങ്ങനൊരു വാർത്തയായിട്ടല്ലല്ലോ വരേണ്ടത്. അപ്പൊ ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാം. ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ അടുത്ത ആഴ്ച വരും, അല്ലെങ്കിൽ അടുത്ത ഈ 2-3 ആഴ്ചക്കകം വരും. ഡേറ്റ് എന്താ വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കും. അത് കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ അസംബ്ലി ഇലക്ഷനാണ്. ഇലക്ഷന്റെ സമയത്താണല്ലോ, കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. ബിരിയാണി ചെമ്പിനകത്ത്, പിന്നെ ഈന്തപ്പഴത്തിനകത്ത്, പിന്നെ ഖുറാനകത്ത് ഒക്കെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് എത്ര വാർത്തകളാ വന്നത്. എന്താ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മാത്രം ഇത്രയും ചില കാര്യങ്ങളും കഥകളും വരുന്നത്? എല്ലാ പ്രാവശ്യവും ആളുകളെ പറ്റിക്കാൻ പറ്റില്ല. എല്ലാ പ്രാവശ്യവും ആളുകളുടെ മുന്നിൽ ഇങ്ങനെ തെറ്റിദ്ധാരണാജനകമായ വാർത്ത കൊടുക്കാൻ പറ്റില്ല. കേരളത്തിൽ കാര്യങ്ങൾ നന്നായി നടക്കുന്നുണ്ട്. അത് ഓരോ കാര്യവും മറുപടി പറയാതെ പോകുന്നതല്ല ഇടതുപക്ഷ സർക്കാർ. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഇടതുപക്ഷ പ്രവർത്തകരുണ്ട്, രാഷ്ട്രീയമായി എല്ലാവരും ഉണ്ട്, ഒരു പൊതുപരിപാടിയിലാണ് നിൽക്കുന്നത്. ഇടതുപക്ഷക്കാർ മാത്രമൊന്നുമല്ല. പക്ഷെ കേരളത്തിന്റെ ഒരു സ്വഭാവം എന്താ? ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചൊരു കാര്യമുണ്ടെങ്കിൽ അത് പരമാവധി അറിയാവുന്ന കാര്യങ്ങൾ പുറത്തു പറയാന്നുള്ളതാണ്. അത് നിയമസഭയ്ക്കകത്ത് പറയും, പുറത്തു പറയും. ഏറ്റവും വലിയ വേദി നിയമസഭയാണ് നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ച്, കേരളത്തിലെ സംബന്ധിച്ച്. ഇന്ത്യയെ സംബന്ധിച്ച് പാർലമെന്റാണ്. പാർലമെന്റ് പലപ്പോഴും കൃത്യമായിട്ട് നടക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം. അത് പിരിച്ചുവിടുക അങ്ങനെ. കേരളത്തിൽ ഈ നിയമസഭ നടക്കുന്നതിനകത്ത്, നിയമസഭയ്ക്കകത്ത് പറഞ്ഞാൽ ലോകം മൊത്തം കാണും. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില അടിയന്തരപ്രമേയം വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്ന് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ ലൈവായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ വെബ്കാസ്റ്റിംഗ് കാണുന്നുണ്ട്. അവർ ഈ കാര്യങ്ങൾ അറിയുകയാണ്. അങ്ങനൊരു സ്ഥലത്ത് ചർച്ച ചെയ്യാൻ പോലും പ്രതിപക്ഷം തയ്യാറാവുന്നില്ല. ചർച്ചയെ ഭയക്കുന്നു, ചർച്ചയെ മറയ്ക്കുന്നു. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തമസല്ലോ സുഖപ്രദമെന്ന് ഇവരെ പറ്റിയാണോ പണ്ട് കവികൾ പാടിയിട്ടുള്ളതെന്ന് എനിക്ക് സംശയമുണ്ട്.